السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 34-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ 33-ാമത്തെ വചനവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് മനസ്സിലാക്കിയത്. അള്ളാഹു പറയുന്നു, വഇദ് ഖുൽന, നാം പറഞ്ഞ സന്ദർഭം, ലിൽ മലായികത്തി, മലക്കുകളോട്, ഉസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ, ലി ആദമ, ആദമിന്, ഫസജദു, എന്നിട്ടവർ സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ, അബ, അവൻ വിസമ്മതിച്ചു, വസ്തക്ബറ, അവൻ അഹംഭാവം നടിക്കുകയും ചെയ്തു, വകാന, അവൻ ആയിരുന്നു, മിനൽ കാഫിരീൻ, അവിശ്വാസികളിൽ അല്ലെങ്കിൽ നിഷേധികളിൽ പെട്ടവൻ. ഇതാണ് ആ ആയത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം. നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവീൻ എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്നിട്ട് അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ, അവൻ വിസമ്മതിച്ചു, അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ അവിശ്വാസികളിൽ പെട്ടവനാകുന്നു അല്ലെങ്കിൽ സത്യനിഷേധികളിൽ പെട്ടവനാകുന്നു. ബഹുമാനവും താഴ്മയും കാണിക്കുക, കീഴൊതുക്കം പ്രകടിപ്പിക്കുക, തല കുനിക്കുക, കുനിയുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഭാഷയിൽ സുജൂദ് എന്നതിനുള്ളത്. ഈ സാരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതോടെ ആരാധന എന്ന നിലക്ക് മുഖം നിരത്തുവെച്ച് ചെയ്യുന്ന സാഷ്ടാംഗ നമസ്കാരം എന്ന അർത്ഥത്തിലാണ് അത് മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ അറിയപ്പെടുന്നത്. അപ്പം സാധാരണ നമ്മൾ സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയപ്പെടുന്നത്. ശാരീരികമായ ആരാധനാ കർമ്മങ്ങളിൽ വെച്ച് കൂടുതൽ മതത്തിൽ ശാരീരികമായ ആരാധനാ കർമ്മങ്ങളിൽ വെച്ച് മതത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതും അതുതന്നെ. സുജൂദാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഈ സുജൂദ് അള്ളാഹുവിന് മാത്രമേ ചെയ്തുകൂടൂ എന്നുള്ളത് പരക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാകുന്നു. അതുകൊണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിക്ക് മലക്കുകൾ ചെയ്ത സുജൂദിൻ്റെ വിവരണത്തിൽ പണ്ഡിതന്മാർ ഭിന്നമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നതായി കാണാവുന്നതാണ്. ഓരോ അഭിപ്രായവും അതതിൻ്റെ ന്യായങ്ങളും അവയെ സംബന്ധിച്ച വിമർശനങ്ങളും ചുരുക്കിയെങ്കിലും വിവരിക്കുന്ന പക്ഷം അത് കുറേ ദീർഘിച്ചു പോകും. അപ്പോൾ വളരെ ചുരുക്കിയാണ് പറയുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ മാതാപിതാക്കളും സഹോദരന്മാരും ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിൽ വന്നപ്പോൾ അവർ അദ്ദേഹത്തിന് സുജൂദ് ചെയ്തതായി സൂറത്ത് യൂസുഫ് 100-ാം വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. തല കുനിച്ചും ദേഹം കൊണ്ടു കുനിഞ്ഞും ഉപചാരം ചെയ്യുക അക്കാലത്ത് പതിവായിരുന്നു. തല കുനിച്ചിട്ടും ദേഹം കൊണ്ട് കുനിഞ്ഞും അതനുസരിച്ച് അവർ ചെയ്ത ഒരു ഉപചാരമായിരുന്നു അത്, അഥവാ ആരാധനയുടെ സുജൂദായിരുന്നില്ല, ഭാഷാർത്ഥത്തിലുള്ള ഒരു സുജൂദായിരുന്നു. അതുപോലെ ഭാഷാർത്ഥത്തിലുള്ള ഒരു തരം സുജൂദായിരുന്നു മലക്കുകൾ ആദം നബി അലൈഹി ഇസ്ലാമിക്ക് ചെയ്തതും എന്നത്രേ ഇവിടെ പറയുവാനുള്ള അതിൻ്റെ ചുരുക്കം. പല അഭിപ്രായങ്ങളും പറഞ്ഞു, ഇതാണ് അതിൻ്റെ ചുരുക്കം. സുജൂദിന് ഇവിടെ നൽകപ്പെട്ട ഏത് വിശദീകരണം നോക്കിയാലും ഈ സുജൂദ് ആദം നബി അലൈഹി ഇസ്ലാമിക്ക് ആരാധനയായിരുന്നില്ലെന്ന് തീർച്ച തന്നെ. മുസ്ലിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുവെങ്കിൽ അത് അവരുടെ അല്ലാത്ത പക്ഷം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഒളിച്ചിരിപ്പുണ്ടായിരിക്കുമെന്നേ പറയുവാനുള്ളൂ. ഒരു എന്നെ കൂട്ടർ പറയുന്നുണ്ടല്ലോ, അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിൻ്റെ വാദമാണ്. നഊദുബില്ല, അവർ പറയുന്നതാണ്. എന്താ കാരണം? ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യൂ എന്ന്. യഥാർത്ഥത്തിൽ ഇബ്ലീസ് അങ്ങനെയല്ല പറഞ്ഞത്. ആദം നബി അലൈഹി ഇസ്ലാമിക്ക് സുജൂദ് ചെയ്യാൻ ഇബ്ലീസ് വിസമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് അവരുടെ ദുർവ്യാഖ്യാനം മാത്രമാകുന്നു എന്നർത്ഥം. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഒളിച്ചിരിപ്പുണ്ടായിരിക്കുമെന്നേ പറയാനുള്ളൂ.
ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതിൻ്റെ വിവക്ഷ മനുഷ്യൻ്റെ ഹിതത്തിന് വഴങ്ങുവാൻ ആജ്ഞാപിച്ചു എന്നാണ്. മനുഷ്യൻ്റെ ഹിതത്തിന് വഴങ്ങുവാൻ ആജ്ഞാപിച്ചുവെന്നാണെന്ന് ഒരു ആധുനിക വ്യാഖ്യാതാവ് എഴുതി കാണുന്നു. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതാണെന്ന് എഴുതി കാണുന്നു. അദ്ദേഹത്തിൻ്റെതായ ചില ആശയാദർശങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഒരു പുത്തൻ വ്യാഖ്യാനം എന്നല്ലാതെ അതിൽ കവിഞ്ഞ ഒരു അടിസ്ഥാനവും അതിനില്ല. അപ്പോൾ അത് ദുർവ്യാഖ്യാനാണെന്ന് അർത്ഥം. ഒരു സംഗതി ഇവിടെ ഓർമ്മിച്ചിരിക്കേണ്ടതുണ്ട്. മലക്കുകളോടാണ് ഈ കൽപ്പന. അവരുടെ പ്രകൃതിയും ആകൃതിയും സ്വഭാവവുമെല്ലാം മനുഷ്യരിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ്. ആ നിലക്ക് അവരുടെ സുജൂദിൻ്റെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ടായിരിക്കും, സ്വാഭാവികമാണ്. അതുകൊണ്ട് അവരുടെ സുജൂദിൻ്റെ രൂപത്തെപ്പറ്റി അവരോട് യോജിച്ച ഒരു രൂപത്തിലായിരിക്കും എന്നേ നമുക്ക് കരുതുവാൻ നിവൃത്തിയുള്ളൂ. അല്ലാഹു അഅലം. മലക്കുകൾ മുഴുവനും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ആദമിന് സുജൂദ് ചെയ്തു. ഇബ്ലീസ് മാത്രം ചെയ്തില്ല. അവൻ ഗർവ് കാണിക്കുകയും ആഭിജാത്യത്തിൽ അഹങ്കാരം കൊള്ളുകയുമാണ് ചെയ്തത്. തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ഇവന് സുജൂദ് ചെയ്യുകയോ എന്നായിരുന്നു അവൻ്റെ ന്യായം. സൂറത്ത് ആറാഫ് 12, അതേപോലെ തന്നെ സൂറത്തുൽ ഹിജ്ർ 33, സൂറത്ത് ഇസ്രാ 61, അതുപോലെ തന്നെ 38, 76 ഇങ്ങനെയുള്ള സൂറത്തിലൊക്കെ അത് കാണാൻ സാധിക്കും. അപ്പോൾ അഹംഭാവം എത്ര ചീത്ത. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഒരു കടുകുമണിയോളം അഹംഭാവം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വളരെ സൂക്ഷിക്കേണ്ട, വളരെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണത്. അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണം പോലും, ഒരംശം പോലും നമ്മളിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇബ്ലീസിനെ പറ്റി വകാന മിനൽ കാഫിരീൻ എന്ന് പറഞ്ഞതിന് 2 തരത്തിൽ അർത്ഥസാധ്യതയുണ്ട്. അവൻ അവിശ്വാസികളിൽപ്പെട്ടവനായി തീർന്നു എന്നും അവൻ അവിശ്വാസികളിൽപ്പെട്ടവനായിരുന്നു എന്നും. ഒന്നാമത്തേതനുസരിച്ച് സുജൂദിൻ്റെ കൽപ്പന ധിക്കരിച്ച നിമിത്തം അവിശ്വാസിയായി തീർന്നുവെന്നും, രണ്ടാമത്തേതനുസരിച്ച് അവൻ ബാഹ്യത്തിൽ നല്ലവനാണെങ്കിലും യഥാർത്ഥത്തിൽ അവൻ്റെ പര്യവസാനം അവിശ്വാസിയായിരിക്കുമെന്ന് അള്ളാഹുവിന് അറിയാമായിരുന്നുവെന്നും വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു. ഈ 2 അർത്ഥവും പരസ്പരം എതിരല്ലതാനും. ഇബ്ലീസ് ജിന്നു വർഗത്തിൽപ്പെട്ടവനാകുന്നു. അത് സൂറത്തുൽ കഹ്ഫിലെ 50-ാമത്തെ ആയത്തിൽ കാണാം. എന്നാലും സുജൂദിൻ്റെ കൽപ്പന അവനും ബാധകമായിരുന്നു. മലക്കുകൾക്കിടയിൽ അവരിൽ ഒരാളെപ്പോലെ അവൻ കഴിഞ്ഞു കൂടിയിരുന്നത് കൊണ്ടോ അവനോട് പ്രത്യേകം കൽപ്പനയുണ്ടായത് കൊണ്ടോ ആയിരിക്കാം അത്. അള്ളാഹുവിനറിയാം. ഏതായിരുന്നാലും ശരി, കൽപ്പന അനുസരിക്കാതിരിക്കുന്നതിന് കാരണം പറഞ്ഞ കൂട്ടത്തിൽ ആ കൽപ്പന തനിക്ക് ബാധകമല്ലായിരുന്നു എന്ന് അവൻ വാദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എനിക്കത് ബാധകമല്ല, മലക്കോടല്ലേ കൽപ്പിച്ചെന്ന് ഇബ്ലീസ് വാദിച്ചിട്ടില്ല. അപ്പോൾ മലക്കുകളുടെ കൂട്ടത്തിൽ ചേരത്തക്കവണ്ണം ഒരു നല്ല നിലപാടിലാണ് അതുവരെ ഇബ്ലീസ് ഉണ്ടായിരുന്നതെന്ന് അതിൽ നിന്ന് വ്യക്തമാകുന്നു. ഗർവും ധിക്കാരവുമാണ് കാലാകാല ശാപത്തിനും ശിക്ഷക്കും കാരണമായി തീർന്നത്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ദുർഗുണമാണ്, ദുസ്വഭാവമാണ് അതെന്നാണ് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഒരാൾ ബാഹ്യദൃഷ്ടിയിൽ എത്ര ഉന്നതമായ പദവിയിൽ എത്തിച്ചേർന്ന് കണ്ടാലും ആ വ്യക്തിയുടെ യഥാർത്ഥ പര്യവസാനം എങ്ങനെ ആയിരിക്കുമെന്ന് അതുകൊണ്ട് തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. ലൈസ് റഹ്മഹുല്ലാഹ് ഇപ്രകാരം പറഞ്ഞതായി പറയപ്പെട്ടിരുന്നു: ഒരു മനുഷ്യൻ വെള്ളത്തിനു മീതെ നടക്കുകയും വായുവിലൂടെ പറക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലും അയാളുടെ കാര്യം കിതാബിനോടും സുന്നത്തിനോടും ഒത്തുനോക്കാതെ അയാളിൽ നിങ്ങൾ വഞ്ചിതരാവരുത്. നമ്മുടെ നാട്ടിൽ അല്ലേ ഔലിയാക്കന്മാരെന്ന് പേരിട്ട് വിളിക്കപ്പെടുന്ന ആൾക്കാർ, അവരെക്കുറിച്ച് പറയുന്ന കുറേ അത്ഭുത കഥകളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചാലും ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന കണിശമായ നിലപാട് സ്വീകരിച്ച ആളുകൾ മാത്രമേ അള്ളാൻ്റെ ഔലിയ, അള്ളാൻ്റെ വലി എന്ന ഗണത്തിൽ പെടുള്ളൂ. അതാ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി 35-ാമത്തെ ആയത്ത്, വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ ولا تقربا هذه الشجرة فتكونا من الظالمين فأزلهما الشيطان عنها
فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين വഖുൽന നാം പറയുകയും ചെയ്തു യാ ആദമു ആദമേ ഉസ്കുൻ നീ പാർത്തുകൊള്ളുക അൻത നീയും വ സൗജുക നിന്റെ ഇണയും അൽ ജന്ന സ്വർഗത്തിൽ തോപ്പിൽ സ്വർഗത്തോപ്പിൽ അർത്ഥം വകുല രണ്ടുപേരും ഭുജിക്കുകയും ചെയ്യുക എന്നാണ് ഭക്ഷിക്കുകയും ചെയ്യുക മിൻഹ അതിൽ നിന്ന് റഗദൻ സുഭിക്ഷം വിശാലമായി ഹൈസു ശിഅ്തുമാ നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്നിടത്ത് നിന്ന് അല്ലെങ്കിൽ ഉദ്ദേശിച്ച പ്രകാരം വലാ തഖ്റബ നിങ്ങൾ രണ്ടാളും സമീപിക്കുകയും അരുത് ഹാദിഹി ഷജറ ഈ വൃക്ഷത്തെ ഫതകൂന അപ്പോൾ നിങ്ങൾ ആയിത്തീരും എന്നാൽ നിങ്ങളായിത്തീരും മിനൽ ളാലിമീൻ അക്രമികളിൽപ്പെട്ടവർ ഫഅസല്ലഹുമ എന്നിട്ട് അവരെ വ്യതിചലിപ്പിച്ചു പിഴപ്പിച്ചു അശ്ശൈത്വാനു പിശാജ് ശൈത്വാൻ അൻഹ അതിൽ നിന്ന് ഫഅഖ്റജഹുമ അങ്ങനെ അവൻ അവരെ പുറത്താക്കി മിമ്മ യാതൊന്നിൽ അല്ലെങ്കിൽ ഏതൊന്നിൽ നിന്ന് കാന അവർ രണ്ടുപേരുമായിരുന്നു ഫീഹി അതിൽ വഖുൽന നാം പറയുകയും ചെയ്തു ഇഹ്ബിതു നിങ്ങൾ ഇറങ്ങിക്കൊള്ളുവീൻ ബഅദുക്കും നിങ്ങളിൽ ചിലർ ലി ബഅദിൻ ചിലർക്ക് അദുവ്വുൻ ശത്രുവാണ് വലക്കും നിങ്ങൾക്കുണ്ട് താനും ഫിൽ അർദി ഭൂമിയിൽ മുസ്തഖറുൻ പാർപ്പിടം വ മതാഉൻ വിഭവവും ഇലാഹീൻ ഒരു കാലം അല്ലെങ്കിൽ സമയം വരേക്കും. ഇതാണ് ആ ആയത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം. അള്ളാഹു പറയുന്നു ആദമിനോട് നാം പറയുകയും ചെയ്തു ആദമേ നീയും നിന്റെ ഇണയും അതായത് ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക അതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിന്ന് സുഭിക്ഷമായി രണ്ടാളും ഭുജിച്ചു കൊള്ളുക ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കുകയും അരുത് എന്നാൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളിൽപ്പെട്ടവരായിത്തീരും. ഇതാണ് 35-ാമത്തെ വചനത്തിൻ്റെ അർത്ഥം. 36-ാമത്തെ ആയത്ത് എന്നിട്ട് പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു അങ്ങനെ അവർ രണ്ടാളും ഏതൊരു സ്ഥിതിയിലായിരുന്നോ അതിൽ നിന്ന് അവരെ പുറത്താക്കി നാം പറയുകയും ചെയ്തു നിങ്ങൾ എല്ലാവരും ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുവീൻ നിങ്ങളിൽ ചിലർക്ക് ശത്രുവാകുന്നു നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത സമയം വരെ വസിക്കുവാനുള്ള പാർപ്പിടവും ജീവിക്കുവാനുള്ള വിഭവവും ഉണ്ടായിരിക്കും. ഇതാണ് 36-ാമത്തെ ആയത്ത്. സുജൂദിൻ്റെ സംഭവത്തിന് ശേഷം ആദമിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹവ്വായിനെയും അലൈഹിമസ്സലാം അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. യഥേഷ്ടം എവിടെ നിന്ന് എന്തും ഭക്ഷിക്കുവാനും അനുവദിച്ചു. പക്ഷേ ഒരു നിശ്ചിത വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് പ്രത്യേകം അവരെ വിലക്കി. അതിൽ നിന്ന് ഭുജിക്കുന്നത് അക്രമമാണെന്ന് പ്രത്യേകം ഉണർത്തുകയും ചെയ്തു. ഇത് ഒരു പരീക്ഷണമായിരുന്നു. അതിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് അള്ളാഹുവിന് ശരിക്കും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതിനെ തുടർന്നുള്ള നടപടികൾ എടുക്കുവാൻ അതൊരു കാരണമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. സ്വന്തം ആഭിജാത്യവും അഹങ്കാരവും അസൂയയും നിമിത്തമാണെങ്കിലും ഇബ്ലീസ് കാലാകാലം ആട്ടപ്പെട്ടവനായി ശപിക്കപ്പെടുവാൻ ഇടവന്നത് ആദമിൻ്റെ കാരണം കൊണ്ടാണല്ലോ. അതുകൊണ്ട് ആദം അലൈഹിസ്സലാം ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നത് അവന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ദുരുപദേശങ്ങളും ദുഷ്പ്രേരണകളും നൽകി അവൻ അവരെ അബദ്ധത്തിൽ ചാടിച്ചു. അതെ, ആദമും ഹവ്വാവും അലൈഹിമസ്സലാം ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു കളഞ്ഞു. അങ്ങനെ അവരുടെ സ്വർഗീയ ജീവിതം അവർക്ക് നഷ്ടപ്പെടുവാനും ഭൗമിക ജീവിതം നയിക്കുവാനും അവൻ കാരണമായി തീർന്നു. ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ശത്രുക്കളായിരിക്കുമെന്നും ഒരു നിശ്ചിത കാലം വരെ താമസിക്കുവാനുള്ള സൗകര്യവും ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളും അവിടെ ഉണ്ടായിരിക്കുമെന്നും പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവരെ ആദം ഹവ്വ അലൈഹിമസ്സലാം ഇബ്ലീസ് എന്നിവരെ ഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ ആദം അലൈഹിസ്സലാമിയെയും ഹവ്വ ബീവിയെയും ഇബ്ലീസിനെയും. ഇതായിരുന്നു അതിൻ്റെ അനന്തരഫലം. മനുഷ്യനും പിശാചും തമ്മിലുള്ള ആജീവനാന്ത ശത്രുതയും മനുഷ്യർ തമ്മിലുണ്ടാകുന്ന ശത്രുത നിമിത്തം നേരിടാവുന്ന ഭവിഷ്യത്തുകളും സംബന്ധിച്ച് സദാ ജാഗരൂകരായിരിക്കണമെന്നുള്ള താക്കീതും മനുഷ്യവർഗത്തിന് അള്ളാഹു നിശ്ചിത കാലാവധി തീരും വരെ താമസിക്കുവാനുള്ള പാർപ്പിട സൗകര്യവും ഉപജീവന മാർഗവും ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ള വാഗ്ദാനവും സഹിതമാണ് അള്ളാഹു അവരെ ഭൂലോകത്തേക്ക് അയക്കുന്നത്.
അപ്പോൾ പാർപ്പിടത്തിന് സ്ഥലം പോരാതെയോ ഉപജീവനത്തിന് വിഭവങ്ങൾ ആകാതെയോ മനുഷ്യൻ ഭൂമിയിൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്രിമമായ കഷ്ടപ്പാടുകളേ ഉള്ളുവെന്ന് തീർച്ചയാണ്. അത് മനുഷ്യനുണ്ടാക്കിയ ഏടാകൂടങ്ങളുടെയും അക്രമ നിയമങ്ങളുടെയും തെറ്റായ സമീപനങ്ങളുടെയും കാരണം കൊണ്ടുണ്ടാകുന്നതായിരിക്കും. വളരെ ശ്രദ്ധേയമാണ് ആ പറഞ്ഞ വ്യാഖ്യാനം അല്ലേ. ഭൂമിയിലെ ആൾക്കാർക്ക് വിഭവങ്ങൾ പോരാ, അതുകൊണ്ടാണ് സന്താന നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊക്കെ ചില ഭൗതികന്മാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറക്കുക എന്നർത്ഥമായ ജന്ന എന്ന മൂലത്തിൽ നിന്നുള്ള പദമാണ് ജന്നത്ത്. വൃക്ഷങ്ങൾ ധാരാളമുള്ള എല്ലാ തോട്ടങ്ങൾക്കും ജന്നത്ത് എന്ന് പറയപ്പെടും. വൃക്ഷങ്ങൾ അവയുടെ നിലം മൂടി മറക്കുമല്ലോ. സ്വർഗീയ വസ്തുക്കളും ഭൗമിക വസ്തുക്കളും തമ്മിൽ നാമമാത്ര ബന്ധമേ ഉള്ളുവെങ്കിലും സ്വർഗത്തിനും സ്വർഗത്തോപ്പുകൾക്കും ആ വാക്ക് അറബിയിൽ ഉപയോഗിച്ചു വരുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിയെ അള്ളാഹു ആദ്യം താമസിപ്പിച്ച ആ ജന്നത്ത് കൊണ്ട് ഉദ്ദേശ്യം വാനലോകത്ത് സ്ഥിതി ചെയ്യുന്ന സ്വർഗമായിരുന്നുവോ, ഭൂമിയിൽ തന്നെയുള്ള ഒരു പ്രത്യേക തോട്ടമായിരുന്നോ എന്നതിൽ രണ്ടഭിപ്രായമുണ്ട്. മുഅ്തസില, ഖദരിയ്യ എന്നീ കക്ഷികളും മറ്റു ചില പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അത് ഭൂമിയിലെ ഒരു തോട്ടമായിരുന്നുവെന്നാകുന്നു. ഇത് അദനിലോ ഫലസ്തീനിലോ ഇറാഖിലോ ആയിരുന്നുവെന്നും പക്ഷാന്തരമുണ്ട്. ബൈബിളിൽ ഏദൻ തോട്ടം എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൻ്റെ സ്ഥലം ഏതായിരുന്നുവെന്ന് സൂക്ഷ്മമായി അറിയുവാനുള്ള പ്രയത്നങ്ങളൊന്നും ഫലപ്പെട്ടിട്ടില്ല എന്നും ക്രിസ്തുവിന് മുമ്പ് ഗ്രന്ഥങ്ങൾ എഴുതിയ യഹൂദന്മാരും ആദ്യ ക്രിസ്ത്യാനികളിൽ ചിലരും അവരുടെ ഇഷ്ടം പോലെ ഏദൻ തോട്ടത്തെ വർണ്ണിച്ചുവെന്നും പുതിയ നിയമത്തിൽ പറുദീസ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏദൻ തോട്ടത്തെക്കുറിച്ചുള്ള ആശയത്തിൽ നിന്ന് വന്നതാണ് എന്നും വേദപുസ്തക നിഘണ്ടുവിൽ പ്രസ്താവിച്ചു കാണാം. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അത് സ്വർഗം തന്നെയാണെന്നാകുന്നു. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നതും ഇതുതന്നെ. പ്രത്യേക സന്ദർഭങ്ങളല്ലാത്തപ്പോൾ അൽ ജന്ന എന്ന് സ്വർഗത്തെ ഉദ്ദേശിച്ചാണ് സാധാരണ പറയപ്പെടാറുള്ളത്. വൃക്ഷത്തിൽ നിന്ന് ആദമും ഹവ്വാവും ഭുജിച്ചതിനെ തുടർന്ന് അവരോട് ഇറങ്ങിപ്പോകുവാൻ കൽപ്പിച്ചപ്പോൾ ഒരു കാലം വരേക്ക് നിങ്ങൾക്ക് ഭൂമിയിൽ പാർപ്പിടവും വിഭവങ്ങളുമുണ്ട്, വലക്കും ഫിൽ അർദി മുസ്തഖറും മതാഉൻ ഇലാ ഹീൻ എന്നാണല്ലോ അള്ളാഹു അവരോട് പറഞ്ഞത്. അപ്പോൾ അവർ ഇറങ്ങിപ്പോകുന്നത് ഭൂമിയിലേക്കാണെന്നും അതുവരെ അവർ ഭൂമിയിൽ അല്ലായിരുന്നുവെന്നുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. സൂറത്ത് താഹ 118, 119 ഇതേ ജന്നത്തിനെ പറ്റി ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു. ഇന്നലക അല്ലാ തജൂഅ ഫീഹ, നിനക്കവിടെ വിശക്കാതിരിക്കുകയും നഗ്നമാകാതിരിക്കുകയും ചെയ്യാം, നിനക്കവിടെ ദാഹിക്കാതിരിക്കുകയും വെയിൽ കൊള്ളാതിരിക്കുകയും ചെയ്യാം. ഈ വർണ്ണന ഭൂമിയിലെ തോട്ടത്തേക്കാൾ അനുയോജ്യമായത് സ്വർഗത്തോപ്പിനോടാണ് താനും. വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്നും ഫലം തിന്നതോടുകൂടി ആദമിൻ്റെയും ഹവ്വാഇൻ്റെയും അപമാനം, അതായത് നഗ്നത അവർക്ക് വെളിപ്പെട്ടു എന്നും അവർ ഇലയെടുത്ത് അത് മറക്കുവാൻ തുടങ്ങിയെന്നും സൂറത്ത് അഅറാഫിലെ 22-ാമത്തെ ആയത്തിൽ കാണാം. ബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാൻ. ഇത് രണ്ടും ഭൂമിയിലെ തോട്ടമല്ലെന്നാണ് കാണിക്കുന്നത്. കൂടാതെ ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ ഏദൻ എന്ന വാക്കും പുതിയ നിയമത്തിലെ പറുദീസ എന്ന വാക്കും ഖുർആനിലെ അദൻ, ഫിർദൗസ് എന്നീ വാക്കുകളുടെ ഒരു വകഭേദമാണെന്നുള്ളതിൽ സംശയമില്ല. ഖുർആനിലാകട്ടെ ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചാണ് താനും. 18:107 അതായത് സൂറത്ത് കഹ്ഫിലെ 107, അതുപോലെ 23:11 അതായത് സൂറത്ത് മുഅ്മിനൂൻ 13, അതുപോലെ തന്നെ സൂറത്ത് മുഅ്മിനൂൻ തന്നെ 18 ഇതൊക്കെ കാണാൻ പറ്റും. ആദം നബി അലൈഹി ഇസ്ലാമിയോട് വിരോധിക്കപ്പെട്ട വൃക്ഷം ഏതായിരുന്നുവെന്ന് നിർണയിക്കുവാൻ തെളിവുകൾ ഒന്നുമില്ല. അതിൻ്റെ പേരറിയുന്നതിൽ വിശേഷിച്ച് പ്രയോജനമില്ലതാനും. ആ വൃക്ഷം ഏതാണ് നിർണയിക്കുന്നതിന് തക്കതായ ഒരു തെളിവില്ലെന്നും ചില ആളുകൾ പേര് പറഞ്ഞു കാണുന്ന വൃക്ഷങ്ങളിൽ ഏതെങ്കിലും ഒന്നോ വേറെ ഏതെങ്കിലും ഒന്നോ ആവാമെന്നും അതറിയാത്തത് കൊണ്ട് ഒരു ദോഷവും പറ്റുവാനില്ലെന്നും ഇബ്നു കസീർ, റാസി റഹിമഹുല്ല മുതലായ മഹാന്മാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതും പ്രസ്താവ്യമാകുന്നു.
അതാണ് ഇപ്പോൾ ആ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി 37-ാമത്തെ ആയത്ത്, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഫതലഖാ എന്നിട്ട് ഏറ്റെടുത്തു, അല്ലെങ്കിൽ അനന്തരമെടുത്തു, കണ്ടെടുത്തു, പഠിച്ചു. ഇതൊക്കെ അതിൻ്റെ അർത്ഥമായി കൊടുത്തത് കാണാം. എന്തൊക്കെയാണ്? എന്നിട്ട് അനന്തരമെടുത്തു, അല്ലെങ്കിൽ കണ്ടെടുത്തു, പഠിച്ചു. ആദമു ആദം മിർ റബ്ബിഹി തൻ്റെ റബ്ബിൽ നിന്ന്, കലിമാത്തിൻ ചില വാക്കുകളെ അല്ലെങ്കിൽ വാക്യങ്ങളെ, ഫതാബ അലൈഹി അങ്ങനെ അവൻ മടങ്ങി, പശ്ചാത്താപം സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ. ഇന്നഹു ഹുവ നിശ്ചയമായും അവൻ തന്നെ അത്തവ്വാബു പശ്ചാത്താപം വളരെ സ്വീകരിക്കുന്നവൻ, അർ റഹീം കരുണാനിധി. ഇതാണ് 37-ാമത്തെ ആയത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം. അനന്തരം ആദം തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ചില വാക്കുകൾ ഏറ്റെടുത്തു, പഠിച്ചു. അങ്ങനെ അവൻ അദ്ദേഹത്തിന് പശ്ചാത്താപം സ്വീകരിച്ചു കൊടുത്തു. നിശ്ചയമായും അവൻ തന്നെയാണ് പശ്ചാത്താപം വളരെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായുള്ളവൻ. തൻ്റെ പക്കൽ വന്നുപോയ തെറ്റിനെപ്പറ്റി ആദം അലൈഹിസ്സലാം ഖേദിച്ചു. പശ്ചാത്തപിച്ചു മടങ്ങേണ്ടുന്ന വിധവും അതിനുള്ള വാക്കുകളും അള്ളാഹുവിങ്കിൽ നിന്നു തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു. മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ തെറ്റും ഒന്നാമത്തെ പശ്ചാത്താപവുമാണല്ലോ അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ ആ വാക്കുകൾ മുഖേന അദ്ദേഹം പാപമോചനം തേടുകയും അള്ളാഹു അത് സ്വീകരിച്ച് പുറത്തു കൊടുക്കുകയും ചെയ്തു എന്ന് സാരം. ആ വാക്യങ്ങൾ ഏതായിരുന്നുവെന്ന് സൂറ അഅറാഫ് 23-ാമത്തെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആദമും ഹവ്വാഉം അലൈഹിമസ്സലാം ആ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭുജിച്ച സംഭവം വിവരിച്ചുകൊണ്ട് അതിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. സൂറത്തുൽ അഅറാഫിൽ കാണാം, ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യാത്ത പക്ഷം നിശ്ചയമായും ഞങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരായി തീരുന്നതാണ്. അറാഫിലെ 23-ാമത്തെ ആയത്ത്. ഇതാണ് ആദം അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് പഠിച്ച ആ വാക്കുകൾ എന്ന് മുജാഹിദ്, സഈദ് ബിൻ മുസയ്യബ്, അബുൽ ആലിയ റഹിമഹുമുള്ള തുടങ്ങിയ പല മഹാന്മാരും പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു ചില റിവായത്തുകളിൽ കാണാവുന്നത് പോലെ ഈ വാക്യങ്ങൾക്ക് പുറമെ വേറെയും വല്ല പ്രാർത്ഥനാ വാക്യങ്ങളും അവർ പഠിച്ചുകൂടായികയില്ല, അല്ലെങ്കിൽ പറഞ്ഞുകൂടായികയില്ല. പക്ഷേ സ്വീകരിക്കത്തക്ക തെളിവുകളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും എന്നിവരുടെ ഹഖ് കൊണ്ടാണവർ പ്രാർത്ഥിച്ചതെന്ന് ഒരു വ്യാജ ഹദീസ് ചില ഗ്രന്ഥങ്ങളിൽ കാണാം. ഇത് ഷിയാ കക്ഷികളിലെ അതിരു കവിഞ്ഞ ഒരു വിഭാഗമായ റാഫിദകളാൽ നിർമ്മിതമാണെന്നുള്ളതിൽ സംശയമല്ല. ഇതിൻ്റെ നിവേദകനായ അംറു ബിൻ സാബിത്ത് വ്യാജ ഹദീസ് ധരിക്കുന്നവനാണെന്നും റാഫിദിയാണെന്നും മറ്റും പല മഹാന്മാരും പ്രസ്താവിച്ചിരിക്കുന്നു. അതൊരു ഗ്രന്ഥത്തിൽ കാണാം, സുയാനത്തുൽ ഇൻസാൻ ലി മുഹമ്മദ് ബഷീർ. താബ എന്നാൽ മടങ്ങി എന്നാണ് അർത്ഥം. താബ ഇലല്ലാ, അവൻ അള്ളാഹുവിലേക്ക് മടങ്ങി എന്ന് പറയുമ്പോൾ ചെയ്തു പോയതിനെപ്പറ്റി അവൻ ഖേദിക്കുകയും പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്തുവെന്ന് ഉദ്ദേശമായിരിക്കും. താബല്ലാഹു അലൈഹി, അവൻ്റെ മേൽ അള്ളാഹു മടങ്ങി എന്ന് പറയുമ്പോൾ അള്ളാഹു അവൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചു, പാപം പുറത്തു കൊടുത്തു എന്നാണ് ഉദ്ദേശ്യം. ഈ അടിസ്ഥാനത്തിലാണ് മടക്കത്തിൻ്റെ കർത്താവ് സൃഷ്ടികളായിരിക്കുമ്പോൾ ആ ക്രിയക്കും അതിൽ നിന്നുള്ള മറ്റു പദങ്ങൾക്കും പശ്ചാത്തപിക്കുക എന്നും അള്ളാഹു ആയിരിക്കുമ്പോൾ പശ്ചാത്താപം സ്വീകരിക്കുക എന്നും അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്. അള്ളാഹു പറയുന്നു, തുടർന്നുള്ള ആയത്താണ് 38-ാമത്തെ ആയത്ത്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ
വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. 38-ാമത്തെ ആയത്ത്, ഖുൽന നാം പറഞ്ഞു, ഇഹ്ബിതു നിങ്ങൾ ഇറങ്ങിപ്പോകുവീൻ, മിൻഹ ഇതിൽ നിന്ന്, ജമീഅൻ മുഴുവൻ എല്ലാവരും, ഫഇമ്മാ യഅതിയന്നകും എന്നിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും വരുന്ന പക്ഷം, മിന്നി എൻ്റെ പക്കൽ നിന്ന്, ഹുദൻ ഒരു മാർഗദർശനം, ഫമൻ അപ്പോൾ ആർ, തബിഅ പിൻപറ്റി, ഹുദായ എൻ്റെ മാർഗദർശനം, ഫലാ ഖൗഫുൻ എന്നാൽ ഒരു ഭയവുമില്ല, അലൈഹിം അവരുടെ മേൽ, വലാഹും യഹ്സനൂൻ അവർ വ്യസനിക്കുകയുമില്ല. വല്ലദീന യാതൊരുവർ, കഫറു അവർ അവിശ്വസിച്ചു, വകദ്ദബൂ അവർ കളവാക്കുകയും ചെയ്തു, ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, ഉലൈക അക്കൂട്ടർ അവർ, അസ്ഹാബുന്നാർ നരകക്കാരാണ്, നരകത്തിൻ്റെ ആൾക്കാരാകുന്നു, ഹും ഫീഹ അവർ അതിൽ, ഖാലിദൂൻ സ്ഥിരവാസികൾ അതായത് ശാശ്വതന്മാരായിരിക്കും. ഇതാണ് ആ വാക്യങ്ങളുടെ അർത്ഥം. നാം പറഞ്ഞു, നിങ്ങൾ മുഴുവനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക, എന്നിട്ട് എൻ്റെ പക്കൽ നിന്ന് വല്ല മാർഗദർശനം നിങ്ങൾക്ക് വരുന്ന പക്ഷം അത് തീർച്ച തന്നെ, അപ്പോൾ എൻ്റെ മാർഗദർശനം ആർ പിൻപറ്റിയോ അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, അവർ വ്യസനിക്കുകയുമില്ല. അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുകയും ചെയ്തവരാകട്ടെ അക്കൂട്ടർ നരകത്തിൻ്റെ ആൾക്കാരാകുന്നു, അവർ അതിൽ സ്ഥിരവാസികളായിരിക്കും. മനുഷ്യവർഗത്തിൻ്റെ മാതാപിതാക്കളായ ആദം അലൈഹിസ്സലാമിനെയും ഹവ്വ അലൈഹസ്സലാമിനെയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവർ മുഖാന്തരം മനുഷ്യ സന്താനങ്ങൾക്കാകമാനം വേണ്ടി അള്ളാഹു നൽകിയ മറ്റൊരു അറിയിപ്പാണിത്. നല്ലതും ചീത്തയും ഗുണവും ദോഷവും നന്മയും തിന്മയും സുഖവും ദുഃഖവും കലർന്ന ഒരു ജീവിതമാണ് നിങ്ങൾക്ക് അവിടെ നേരിടാനുള്ളത്. ഇവിടെ ശ്രദ്ധേയമാണ് പറഞ്ഞ കാര്യം. ദുനിയാവിലെ ജീവിതം അങ്ങനെയാണെന്നർത്ഥം. നിങ്ങളുടെ നന്മക്കും ഗുണത്തിനും ആവശ്യമായ മാർഗദർശനങ്ങൾ ഞാൻ നൽകിക്കൊണ്ടിരിക്കും. അഥവാ പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ മുതലായവ വഴി നിങ്ങൾക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും. ആ മാർഗദർശനങ്ങൾ സ്വീകരിച്ച് അതുപ്രകാരം നിങ്ങൾ അവിടെ ജീവിതം നയിക്കുന്ന പക്ഷം ഇഹത്തിലോ പരത്തിലോ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒട്ടും ഭയപ്പെടേണ്ടി വരികയില്ല. കഴിഞ്ഞതിനെപ്പറ്റി നിങ്ങൾ വ്യസനിക്കേണ്ടിയും വരികയില്ല. നേരെ മറിച്ച് ആ മാർഗദർശനങ്ങൾ സ്വീകരിക്കാതെ നിരാകരിക്കുകയും നിഷേധിക്കുകയുമാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ശാശ്വതമായ നരകശിക്ഷയായിരിക്കും ആധാരം എന്നൊക്കെയാണ് ഈ അറിയിപ്പിൻ്റെ സാരം. ഇനി എൻ്റെ വ്യാഖ്യാനക്കുറിപ്പാണ്. ആദം നബി അലൈഹി ഇസ്ലാമിയുടെയും ഇബ്ലീസിൻ്റെയും കഥ ഒരു ഉദാഹരണം മാത്രമാണോ? ആദം അലൈഹി ഇസ്ലാമിൻ്റെയും ഇബ്ലീസിൻ്റെയും കഥ ഖുർആനിൽ പല പ്രാവശ്യം വ്യക്തമായ ഭാഷയിൽ ആവർത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഹൃദയത്തിൽ ചില പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഖുർആൻ എത്ര തന്നെ സ്പഷ്ടമാക്കി പറഞ്ഞ വിഷയവും തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് വ്യാഖ്യാനിക്കുവാൻ മനസ്സ് വരികയില്ലല്ലോ. സാധാരണക്കെതിരായോ പഞ്ചേന്ദ്രിയങ്ങൾക്കതീതമായോ ഉള്ള വസ്തുക്കളെയും വസ്തുതകളെയും ഖുർആനിലോ ഹദീസിലോ പ്രസ്താവിച്ചതുകൊണ്ട് മാത്രം തങ്ങളുടെ ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും അനുമതി കിട്ടാതെ സമ്മതിച്ചു കൊടുക്കുവാൻ ഇവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇവർ പലപ്പോഴും വിഷമിക്കാറുണ്ട്. അതിൽ ഒന്നാണ് ഈ കഥയും. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കഥയല്ലെന്നും മനുഷ്യ ജീവിതത്തെ ഉദാഹരിക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണെന്നുമത്രേ ഇവർ സമർത്ഥിക്കുന്നത്. ഇതിനായി പരസ്പര വിരുദ്ധവും ബാലിശവുമായ ചില ദുർവ്യാഖ്യാനങ്ങൾ ഇവർ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഇവരിൽ വളരെ പുരോഗമനേച്ഛുക്കളാണെന്ന് ഗണിക്കപ്പെടുന്ന ചിലർ ഇവിടെ പ്രസ്താവിക്കുന്നതിന് ചുരുക്കം ഇതാണ്: മനുഷ്യൻ വളരെ ഉത്കൃഷ്ടനും ഉന്നതനുമാണ്. നന്മക്കു മാത്രമുള്ള വാസനയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അടിക്കുറിപ്പ് കൊടുത്തു കാണാൻ സാധിക്കും. നന്മക്കു മാത്രമുള്ള വാസനയാണ് മനുഷ്യനുള്ളതെന്ന വാദം തുടങ്ങി ചിലതെല്ലാം ഇതിൽ വിമർശനാർഹമാണ്. സന്ദർഭം മറ്റൊന്നായതുകൊണ്ട് അതിനെപ്പറ്റി ഇവിടെ പ്രസ്താവിക്കുന്നില്ല. അപ്പോൾ നന്മക്കു മാത്രമുള്ള വാസനയോട് കൂടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. വേണമെങ്കിൽ അവന് ഈ ലോകത്തെ സ്വർഗമയമാക്കാം, നരകമാക്കാം, നരകശിക്ഷയുടെ എല്ലാ വശങ്ങളും ഇവിടെ അനുഭവിക്കാം, ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുവാനും ശ്രമിക്കാം.
എല്ലാ വസ്തുക്കളും അവന് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്, എല്ലാം അവന് തലകുനിക്കണം. പക്ഷേ അവന് മറ്റൊരു സ്വഭാവമുണ്ട്. അവൻ പുരോഗമനേച്ഛുവാക കൊണ്ട് ആരെങ്കിലും വല്ലതും ചൂണ്ടിക്കാട്ടി കൊടുത്താൽ വേഗം അതിന് വശംവദനാകും. ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയില്ല, ഒടുക്കം ഖേദിക്കും. ഈ സ്വഭാവമാണ് ഈ കഥയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുമ്പോൾ അവന് പലതും തോന്നും. ചിലപ്പോൾ പഥ്യമല്ലാത്തത് അല്പമൊന്ന് കഴിക്കും. അപ്പോഴേക്കും മട്ടുമാറി തലചുറ്റും, ഛർദ്ദിക്കും, പിച്ചും പേയും പറയും. വസ്ത്രമഴിയും, നഗ്നത വെളിപ്പെടും. എല്ലാം കഴിഞ്ഞ് ബോധം വരുമ്പോൾ ലജ്ജിച്ചു തല താഴ്ത്തും. തുണി അഴിഞ്ഞു പോയവൻ കുറേ ഇല പറിച്ച് പൊത്തിപ്പിടിക്കും. ഇങ്ങനെ പല വിധത്തിലും തൻ്റെ പോരായ്മ മൂടിവെക്കുവാൻ പല ഉപായവും ഉപയോഗിക്കും. ഫലമെന്ത് എന്നിങ്ങനെ മനുഷ്യജീവിതത്തെ ഉദാഹരിച്ചിട്ടാണ് ആദമിൻ്റെയും ഇബ്ലീസിനെയും കഥ. ഇതാണ് ഇവരുടെ വർണ്ണനയുടെ സ്വഭാവം. ഇത് വ്യാഖ്യാനിച്ച, അങ്ങനെ ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ച ആൾക്കാർ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. ഇപ്പറഞ്ഞതിൽ ഈ കഥ വെറും ഒരു സങ്കല്പ കഥയാണെന്ന് ഗണ്ഡിതമായി പ്രസ്താവിച്ചിട്ടില്ലെങ്കിലും ഇത് കേവലം ഒരു യഥാർത്ഥ സംഭവമല്ലെന്നുള്ള പശ്ചാത്തലത്തിലാണ് ഈ വർണ്ണന എന്ന് പറയേണ്ടതില്ല. താഴെ കാണുന്ന ഇവരുടെ ചില ന്യായവാദങ്ങളിൽ നിന്ന് ഈ വസ്തുത കൂടുതൽ സ്പഷ്ടമായി കാണാവുന്നതാണ്. ഈ സംഭവം ഖുർആനിൽ പലയിടത്തും ആവർത്തിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സൂറത്തുൽ അഅറാഫിലെ 11 മുതൽ 27 കൂടുതൽ വിവരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കേണ്ടതുള്ളത് കൊണ്ടാണ് എന്ന് സംശയമല്ല. ഇവർ ചൂണ്ടിക്കാട്ടിയ മേലുദ്ധരിച്ച കഥാപാഠങ്ങളുടെ ചില വശങ്ങൾ സ്വീകാര്യമാണെങ്കിലും അതിലെ മറ്റു ചില വശങ്ങൾ ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും അധ്യാപനങ്ങൾക്ക് നിരക്കാത്തവയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഭൗതിക ലക്ഷ്യം വെച്ചുകൊണ്ടും മനുഷ്യന് ഇല്ലാത്ത കഴിവുകൾ സ്ഥാപിച്ചുകൊണ്ടുമുള്ള ഭാഗങ്ങൾ ഒഴിച്ചു ബാക്കി ഭാഗം സാമാന്യേന കഥാപാഠമായി നമുക്ക് സ്വീകരിക്കാം. വേണ്ട, ഈ കഥയിൽ നിന്ന് നാം പഠിക്കേണ്ടുന്ന പാഠങ്ങളെ അള്ളാഹു തന്നെ ഖുർആനിൽ പലയിടത്തായി ചൂണ്ടിക്കാട്ടി തന്നിട്ടുണ്ട്. ഈ കഥ വിവരിച്ച് പറഞ്ഞ ശേഷം സൂറത്തുൽ അഅറാഫിൽ ഇങ്ങനെ പറയുന്നു. സൂറത്തുൽ അഅറാഫിൽ 27-ാമത്തെ ആയത്ത്, യാ ബനീ ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ആദമിൻ്റെ സന്തതികളെ, പിശാച് നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെ അവൻ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. സൂറത്തുൽ കഹ്ഫിൽ ഈ കഥ ചുരുക്കി പറഞ്ഞ ശേഷം ഇങ്ങനെ പറയുന്നു, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ്വ്. എന്നിരിക്കെ എന്നെ വിട്ട് അവനെയും അഥവാ ഇബ്ലീസിനെയും അവൻ്റെ സന്തതികളെയും നിങ്ങൾ കൈകാര്യകർത്താക്കളാക്കുന്നുവോ? അവരാകട്ടെ നിങ്ങൾക്ക് ശത്രുക്കളാണ്. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ വേറെയും കാണാം. ഈ കഥയിൽ നിന്ന് പഠിക്കേണ്ടുന്ന പ്രധാന പാഠങ്ങൾ ആ ഖുർആൻ വചനങ്ങളിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാണ്. എന്നാൽ മേൽ പറഞ്ഞ പാഠങ്ങൾക്ക് വേണ്ടി ആദം അലൈഹിസ്സലാം, ആദമിൻ്റെ ഭാര്യ ഹവ്വ അലൈഹസ്സലാം, ഇബ്ലീസ് അതായത് പിശാച്, സുജൂദ്, സ്വർഗം, വൃക്ഷം, നഗ്നത വെളിപ്പെടൽ, ഇലയെടുത്ത് നഗ്നത മറക്കൽ ആദിയായി ആയത്തുകളിൽ സ്പഷ്ടമായ ഭാഷയിൽ ഉപമാലങ്കാരങ്ങളുടെ പ്രതീതിയൊന്നും കലരാത്ത ഭാഷയിൽ പ്രസ്താവിച്ചിട്ടുള്ളതെല്ലാം സങ്കല്പവും ഉപമാലങ്കാരങ്ങളുമാണെന്ന് സമ്മതിക്കുവാൻ അള്ളാഹുവിലും ഖുർആനിലും യഥാർത്ഥമായി വിശ്വസിക്കുന്ന ആർക്കും തന്നെ ധൈര്യം വരികയില്ല. അപ്പോൾ അതൊരു തെറ്റായ ദുർവ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനം എന്നർത്ഥം. അത് വാസ്തവത്തിൽ ഖുർആനിനെ ഒരു കഥയോ നോവലോ ആക്കുന്ന ഏർപ്പാടായിരിക്കും. തികച്ചും സ്പഷ്ടമായ ഭാഷയിൽ ആവർത്തിച്ചു വിവരിക്കുകയും യഥാർത്ഥ സംഭവമാണെന്ന അടിസ്ഥാനത്തിൽ മറ്റു പല കാര്യങ്ങളും അതോട് ബന്ധപ്പെടുത്തി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കെ പിന്നെയും അതൊരു ഉപമ മാത്രമാണെന്ന് വെച്ച് വ്യാഖ്യാനം നൽകുന്നത് തീർച്ചയായും ഖുർആന്റെ നേർക്കുള്ള വമ്പിച്ച ഒരു കയ്യേറ്റമത്രേ. യുഹരിഫൂനൽ കലിമ അൻ മവാദിഇഹി. അല്ലാഹു മറ്റൊരു വിഭാഗത്തെ പറ്റി പറഞ്ഞാണ്,
വേദഗ്രന്ഥത്തിലെ വാക്കുകളെ അവർ സ്ഥാനമാറ്റം ചെയ്യുന്നു എന്ന് വേദക്കാരെ പറ്റി അള്ളാഹു പ്രസ്താവിച്ച കൂട്ടത്തിൽ ഇത് ഉൾപ്പെടുകയില്ലേ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ദുർവ്യാഖ്യാനമാകുന്നു അത് എന്നർത്ഥം. തൗറാത്തിൽ, അതായത് ബൈബിളിൽ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ച വിവരം കാണുന്നില്ല. പക്ഷേ വൃക്ഷത്തിൽ നിന്ന് ഭുജിച്ച സംഭവവും മറ്റും കാണാം. ഖുർആനിനോട് യോജിച്ച ഏത് ഭാഗവും പൂർവ്വഗ്രന്ഥങ്ങളിൽ കണ്ടാലത് തിരസ്കരിക്കുവാൻ പാടില്ല. ഖുർആനിനോട് എതിരായ ഭാഗം ഏതും സ്വീകരിക്കുവാനും പാടില്ല. ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്തതാണ്. എന്നാൽ ഈ കഥാവിവരണത്തിൽ തൗറാത്തിൻ്റെ വാചകങ്ങൾ ചിലത് ഖുർആൻ വാക്യങ്ങളോട് തികച്ചും യോജിക്കുന്നതും ചിലത് യോജിക്കാത്തതുമാകുന്നു. എന്നിരിക്കെ ഈ വിഷയകമായി തൗറാത്തിലുള്ളത് അപ്പടി കെട്ടുകഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും അതിൽ നിന്നാണ് ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന് മുസ്ലിങ്ങൾ കരുതിപ്പോരുവാൻ ഇടവന്നതെന്ന് ധ്വനിപ്പിക്കുകയുമാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. ഇത് ഒട്ടും ശരിയല്ല. ഖുർആനിലും തൗറാത്തിലും ഒരേ വിധത്തിൽ വ്യക്തമായി പറഞ്ഞതിനെ അതിൻ്റെ സാക്ഷാൽ രൂപത്തിൽ ഇവർക്ക് സ്വീകരിക്കുവാൻ കഴിയാത്ത അതേ സമയത്ത് തങ്ങളുടെ വാദത്തിന് അല്പം ഗുണമായി കാണുന്ന ചില ഭാഗങ്ങൾ അതേ തൗറാത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഇവർ എടുത്തുദ്ധരിക്കുകയും തെളിവായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു ദുരുദ്ദേശപൂർവ്വമുള്ള വ്യാഖ്യാനമാണെന്ന് മനസ്സിലാക്കണം. സ്വർഗത്തിൽ വെച്ച് ആദം നബി അലൈഹി ഇസ്ലാമിയോട് വിരോധിക്കപ്പെട്ട വൃക്ഷം ഏതായിരുന്നുവെന്ന് പരിശോധിക്കേണ്ട കാര്യം നമുക്കില്ല. എങ്കിലും അതേതായിരുന്നുവെന്നതിനെക്കുറിച്ച് പല ഖുർആൻ വ്യാഖ്യാതാക്കളും അഭിപ്രായം പറഞ്ഞു കാണുമെന്ന് തീർച്ചയാണ്. അക്കൂട്ടത്തിൽ നെല്ല്, ഗോതമ്പ്, മുന്തിരി എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇതിനെപ്പറ്റി ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഷജറത്ത് എന്നാകുന്നു. വൃക്ഷം, അതായത് മരം എന്നൊക്കെയാണ് ഈ പദത്തിനർത്ഥം. ചെറിയ ചെടികൾക്കും ഈ വാക്ക് അറബിയിൽ ഉപയോഗിക്കപ്പെടുമെങ്കിലും കാണ്ഡത്തിന്മേൽ നിലകൊള്ളുന്ന വൃക്ഷത്തിനാണ് സാധാരണ അത് ഉപയോഗിക്കപ്പെടാറുള്ളത്. ഈ വസ്തുതയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് മേൽ സൂചിപ്പിച്ച അഭിപ്രായക്കാരെ പറ്റി ഖുർആൻ ഉപയോഗിച്ച വാക്കുപോലും ഇവർ ഗൗനിച്ചില്ല എന്നും സസ്യങ്ങൾക്കും വള്ളികൾക്കും ആ വാക്ക് ഷജറത്ത് അറബിയിൽ ഉപയോഗിക്കുകയില്ല എന്നും മറ്റും പറഞ്ഞ് ഇക്കൂട്ടർ പരിഹസിച്ചു കാണാം. അത് ഈ പദത്തിന് ഖാമൂസ് അത് അർത്ഥം കൊടുക്കുന്നത് ഇപ്രകാരമാണ്, അടിക്കുറിപ്പ് കൊടുത്താണ്: മാ ഖാമ അലാ സാഖിൻ ഔ മാ സമാ ബിനഫ്സിഹി ദഖ ഔ ജല്ല ഖാവമ ശിതാഉ ഔ അജസ അൻഹു. കാണ്ഡത്തിൽ നിലകൊള്ളുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ സ്വയം പൊന്തി നിൽക്കുന്നത് എന്നർത്ഥം. അത് നന്നേ ചെറുതാകട്ടെ വലുതാകട്ടെ, ഹേമന്തകാലത്തെ ചെറുത്തു നിൽക്കട്ടെ, അതിന് കഴിയാതിരിക്കട്ടെ. അപ്പോൾ ആ വ്യാഖ്യാനം അതിൻ്റെ അർത്ഥം ഖാമുസിൽ വന്നതാണ്. അതേ അവസരത്തിൽ ഇവിടെ വൃക്ഷം ഷജറത്ത് കൊണ്ട് ഉദ്ദേശം തിന്മയാണെന്ന് ഇവർ ജൽപ്പിക്കുകയും ചെയ്യുന്നു. തിന്മക്ക് വൃക്ഷമെന്നും തിന്മ ചെയ്തു എന്നതിന് വൃക്ഷത്തിൽ തിന്നു അക്കല മിൻഹ എന്നും പറയാമെങ്കിൽ നെല്ലിനും മുന്തിരിക്കും എന്തുകൊണ്ട് വൃക്ഷമെന്ന് പറഞ്ഞുകൂടാ? ഷജറത്ത് കൊണ്ട് ഇവിടെ തിന്മയാണ് ഉദ്ദേശ്യമെന്ന് സ്ഥാപിക്കുവാൻ ഇവർ കൊണ്ടുവരുന്ന തെളിവുകളാണ് കൂടുതൽ വിചിത്രം. കുറേ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, സൂറ അഅറാഫ് 19 പിശാചിൻ്റെ അനുസരണക്കേടും ധിക്കാരവും എടുത്തു പറഞ്ഞതിന് കൊണ്ടാണ് വലാ തഖറബ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. തൗറാത്തിൽ ഉൽപ്പത്തി 2:17 നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന് ഈ വൃക്ഷത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. 3, ഖുർആനിൽ 14:24 മുതൽ 26, അതായത് സൂറത്ത് ഇബ്രാഹിം 24 മുതൽ 26 നന്മയെയും തിന്മയെയും ഓരോ വൃക്ഷത്തോട് ഉപമിച്ചത്. ഇവയാണ് പോൽ ഇതിനുള്ള തെളിവുകൾ. സൂറത്ത് ഇബ്രാഹിമിലെ ആയത്തിൽ നല്ല വാക്കിൻ്റെയും ചീത്ത വാക്കിൻ്റെയും ഉപമ പറഞ്ഞിട്ടുണ്ട്. അതാണ് മറ്റൊരു തെളിവായിട്ട് പറഞ്ഞത്. പിശാചിൻ്റെ സ്വഭാവത്തെപ്പറ്റി പ്രസ്താവിച്ചതിനെ തുടർന്ന് ഈ വൃക്ഷത്തെ സമീപിക്കരുത്, വലാ തഖറബ ഹാദിഹി ഷജറ എന്ന് പറഞ്ഞതുകൊണ്ട് ഷജറത്ത് എന്ന വാക്കിൻ്റെ ഉദ്ദേശം തിന്മയായി മാറിക്കൊള്ളണമെന്നില്ലല്ലോ. മാത്രമല്ല ത്വാഹ സൂറത്തിലെ 121 അവർ രണ്ടാളും, അതായത് ആദമും ഹവ്വാവും ആ മരത്തെ സമീപിച്ചു എന്ന് പറയാതെ അതിൽ നിന്ന് തിന്നു അക്കലാ മിൻഹ എന്നാണ് പറഞ്ഞത്. ആ ഷജറത്ത് വാസ്തവത്തിൽ ഒരു മരം തന്നെയായിരുന്നുവെന്നും അതിൽ ഭക്ഷിക്കുവാൻ പറ്റിയ കായയോ മറ്റോ ഉണ്ടായിരുന്നുവെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. സൂറത്തുൽ അഅറാഫ് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്. സൂറത്തുൽ അഅറാഫിലെ ഒരു വചനം:
വയാ ആദം ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ഷജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ആദമേ, നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ വസിച്ചുകൊള്ളുക, എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തുനിന്ന് ഭക്ഷിച്ചുകൊള്ളുക, ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത്, എന്നാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും. ഇതാണ് സൂറത്തുൽ അഅറാഫിൽ വന്ന ആയത്ത്. ആദ്യം ഇഷ്ടമുള്ളയിടത്തുനിന്ന് ഭക്ഷിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് ഈ വൃക്ഷത്തോട് അടുക്കരുത് എന്ന് കൽപ്പിക്കുന്നത്. അപ്പോൾ വൃക്ഷത്തോട് സമീപിക്കരുത് എന്ന് പറഞ്ഞ ഉദ്ദേശ്യം അതിൽ നിന്ന് തിന്നരുത് എന്നായിരിക്കണമല്ലോ. എന്നാൽ അടി കൊടുത്ത് കാണാം, അറബി ഭാഷയിലെ സാഹിത്യശാസ്ത്ര, അതായത് ഇൽമുൽ ബലാഗ നിയമങ്ങളെപ്പറ്റി പരിചയമുള്ളവർക്ക് ഇത് വേഗം മനസ്സിലാക്കാം. അടിക്കുറിപ്പ് കൊടുത്താണ് ഇൽമുൽ ബലാഗ എന്ന് പറയാം, അറബി സാഹിത്യശാസ്ത്രം. അതുകൊണ്ട് തന്നെയാണ് ആ കൽപ്പനയെ ലംഘിച്ചതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ അതിനെ സമീപിച്ചു എന്നോ മറ്റോ പറയാതെ, തഖറബ എന്നോ മറ്റോ പറയാതെ അവർ അതിൽ നിന്ന് തിന്നു. ഫഅകലാ മിൻഹ എന്ന് തന്നെ അള്ളാഹു പറഞ്ഞതും. വൃക്ഷത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞതിന് താല്പര്യം തിന്മയോട് അടുക്കരുത് എന്നായിരുന്നുവെങ്കിൽ അവർ അതിനെ സമീപിച്ചു എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. ത്വാഹ 116 മുതൽ 121 വരെ ആയത്തുകളിൽ ശാന്തമായി വായിച്ചു നോക്കിയാലും ആ പരാമാർത്ഥം സ്പഷ്ടമാകുന്നതാണ്. അതൊക്കെ ദുർവ്യാഖ്യാനമാണ് എന്നാണ് സമർത്ഥിക്കുന്നത്. ഇനി തൗറാത്തിൽ ആ വൃക്ഷത്തിന് നൽകിയ പേരിനെ പറ്റി നോക്കാം. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്നാണല്ലോ പറഞ്ഞത്, അല്ലാതെ തിന്മയുടെ വൃക്ഷം എന്നോ നന്മയുടെ വൃക്ഷം എന്നോ അല്ല. ഈ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൃക്ഷത്തിൻ്റെ അർത്ഥം മാറ്റുകയാണെങ്കിൽ നന്മ തിന്മകൾ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അതിൽ നിന്ന് തിന്മയെ മാത്രം ഇവർ തെരഞ്ഞെടുത്തത് ഒരിക്കലും ന്യായമായില്ല. ത്വാഹ 120 കാണുന്നത് പോലെ ഇബ്ലീസ് ആ വൃക്ഷത്തെക്കുറിച്ച് ഷജറത്തുൽ ഖുൽദ്, നിത്യവാസത്തിൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഖുർആൻ ഉദ്ധരിച്ച സ്ഥിതിക്ക് വൃക്ഷം കൊണ്ടുദ്ദേശം നിത്യവാസം ആണെന്ന് ഇവർക്ക് പറയാമായിരുന്നു. ഇതായിരുന്നു അതിനേക്കാൾ ഭേദം. മൂന്നാമത്തെ തെളിവ് ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിലെ 24 മുതൽ 26 വരെയുള്ള ആയത്ത് നന്മ തിന്മകളെ വൃക്ഷത്തോട് ഉപമിച്ചതാണല്ലോ. അതെ, സൂറ ഇബ്രാഹിമിൽ വ മസലു കെരിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസ, ഒരു ചീത്ത വാക്കിൻ്റെ ഉപമ ഒരു ചീത്ത വൃക്ഷം പോലെയാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പായി മസലൻ കെലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ, നല്ല ഒരു വാക്കിൻ്റെ ഉപമ ഒരു നല്ല വൃക്ഷം പോലെയാണ് എന്നും അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഈ 2 വചനങ്ങളിലും തന്നെ നന്മ അല്ലെങ്കിൽ തിന്മ ഒരു വൃക്ഷമാണെന്നോ വൃക്ഷം നന്മയോ അല്ലെങ്കിൽ തിന്മയോ ആണെന്നോ അല്ല അള്ളാഹു പറയുന്നത്. നല്ലതും ചീത്തയുമായ വാക്കുകളെ ആയത്തിൽ തുടർന്ന് വിവരിക്കുന്ന തരത്തിലുള്ള ചില പ്രത്യേക തരം വൃക്ഷങ്ങളോട് ഉപമിച്ചിരിക്കുകയാണ്. അത് ഉപമയാണെന്നു അതിൽ നിന്ന് തന്നെ സ്പഷ്ടമായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അഅറാഫ് 45 ഐഹിക ജീവിതത്തിൻ്റെ ഉപമ വെള്ളം, അതായത് മഴവെള്ളം പോലെയാണ് എന്ന് അള്ളാഹു പറഞ്ഞുവല്ലോ. ഇതുപോലെ വേറെ പല ഉപമകളും കാണാം. ഇക്കാരണത്താൽ വല്ലവരും ഐഹിക ജീവിതം എന്നാൽ വെള്ളമാണെന്നോ മറിച്ചോ പറയുമോ? ഖുർആൻ 29:41 ബഹുദൈവ ആരാധകന്മാരെ 8 കാലിയോട് ഉപമിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ബഹുദൈവ ആരാധകന്മാർ 8 കാലികളാണെന്നോ മറിച്ചോ ആരും പറയുകയില്ലല്ലോ. ആദം നബിയുടെയും ഇബ്ലീസിൻ്റെയും കഥ വെറും ഉപമാർത്ഥം പറയപ്പെട്ടിട്ടുള്ള ഒരു സങ്കല്പ കഥയാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഇവർ കൊണ്ടുവന്ന ഏറ്റവും ബലപ്പെട്ട തെളിവുകളാണ് മേൽ കണ്ടത്. അപ്പോൾ ഈ വ്യാഖ്യാനമൊന്നും പ്രാമാണികമല്ല, വിശ്വാസയോഗ്യമല്ല എന്നൊക്കെയാണ് സമർത്ഥിക്കുന്നത്. അവ ബാലിഷ്യങ്ങളാണെന്ന് നാം കണ്ടു. ഖുർആനിൽ ആവർത്തിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതും വളരെ ആയത്തുകൾ വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളതുമാകുന്നു ഈ കഥ. ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന നിലക്ക് ഖുർആനിലും ഹദീസുകളിലും മറ്റനേകം കാര്യങ്ങൾ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ സംഭവം ഒരു ഉപമ മാത്രമാണെന്ന് കാണിക്കുന്ന വല്ല സൂചനയും കാണപ്പെടാത്ത സ്ഥിതിക്ക് ഉണ്ടെങ്കിൽ ഇക്കൂട്ടർ അത് എടുത്ത് കാട്ടുമായിരുന്നല്ലോ. ഈ ഉപമാവാദം സത്യവിശ്വാസിയായ ഒരാൾക്കും സ്വീകാര്യമല്ല തന്നെ. യഥാർത്ഥത്തിൽ ഈ ഉപമാവാദം പുറപ്പെടുവിക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ വേറെ ചിലതാണ്. അതെന്തെന്ന് വെച്ചാൽ ഇബ്ലീസ് എന്ന് പറയുന്നത്
ഒരു പ്രത്യേക വസ്തുവോ ഒന്നുമല്ല. ഒരു തരം ചീത്ത സ്വഭാവത്തെ അല്ലെങ്കിൽ ദുഷിച്ച പ്രകൃതിയെ ഉദ്ദേശിച്ചാണ് ജിന്നും പിശാചും ശൈത്താനുമെല്ലാം മനുഷ്യരിൽ നിന്നുള്ള ചില പ്രത്യേക വിഭാഗക്കാരാണ്, അഥവാ നമ്മുടെ ദൃഷ്ടിക്ക് അതീതമായ സൃഷ്ടികളൊന്നുമല്ല എന്നിങ്ങനെയുള്ള ഇവരുടെ ചില പുത്തൻ വിശ്വാസങ്ങളിൽ നിന്നും നവീനവാദങ്ങളിൽ നിന്നുമാണ് വാസ്തവത്തിൽ ഇത്തരം പ്രസ്താവനകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുപോലെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്നതും മുസ്ലിങ്ങൾ പൊതുവിൽ വിശ്വസിച്ച് സ്വീകരിക്കുന്നതുമായ മറ്റു പല കാര്യത്തിലും ഇവർക്ക് പുത്തൻ അഭിപ്രായങ്ങൾ കാണാം. എന്നിരിക്കെ പലപ്പോഴും ഇമാതിരി വ്യാഖ്യാനങ്ങളെ ശരണം പ്രാപിക്കുകയല്ലാതെ ഇവർക്ക് നിവൃത്തിയില്ലല്ലോ. ഇബ്ലീസ്, ജിന്ന്, പിശാജ് മുതലായവയെ പറ്റി സൂറ ഹിജ്റിൻ്റെ അവസാനത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനക്കുറിപ്പിൽ വിവരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ യഥാർത്ഥ സത്യങ്ങളിൽ വിശ്വസിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കലാം കൂടുതൽ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.